ചോദ്യമാണ് ഇപ്പോൾ ശ്രീ വി കെ സനോജ് കൂടി ചേരുകയാണ്. ശ്രീ വി കെ സനോജ്, ഈ റിപ്പോർട്ട് സർക്കാരിന്റെ പക്കൽ കിട്ടിയിട്ടും ഈ കോൺക്ലേവിൽ എന്തുകൊണ്ടാണ് സർക്കാർ തങ്ങളുടെ തീരുമാനം ആ രീതിയിലേക്ക് പോകുന്നത്? അതിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ ഇപ്പോഴും. ഇവരെ കൂട്ടിയിരുത്തി ഒരു ചർച്ച നടത്തി ഒരു സിനിമാ നയം രൂപീകരിക്കാൻ പോവുകയാണ്, കറക്റ്റീവ് മെഷർ എടുക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ക്രിമിനൽ കുറ്റത്തെ അവിടെ എന്തുകൊണ്ടാണ് സർക്കാർ മറച്ചുവെക്കുന്നത്? എന്തുകൊണ്ടാണ് അതിന്മേലൊരു നടപടി ഉണ്ടാകാത്തത് എന്ന് ചോദിച്ചാൽ ഈ രീതിയിലാണോ ഉത്തരം നൽകേണ്ടത്? പരാതി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഒരു നടപടിയും ഇല്ല എന്ന് ഇന്ന് കോടതി ചോദിച്ച പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ഈ മൊഴി കൊടുത്ത ആളുകളെല്ലാം പരാതിയുമായി മുന്നോട്ട് വരുമോ എന്ന്, അത് അങ്ങനെ വരുവാൻ തയ്യാറാകുമോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. അതൊരു അനുഭവമാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. ഇവർക്ക് ഈ സർക്കാരിന്റെ തന്നെ ഒരു സംവിധാനത്തിന് മുന്നിൽ വന്ന് പരാതി കൊടുക്കുവാൻ കഴിഞ്ഞു. അതാണല്ലോ മൊഴി രൂപേണ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും പരാതി വേണമെന്ന് ആവശ്യപ്പെടുന്ന സർക്കാർ സംവിധാനം എന്താണ് ഉദ്ദേശിക്കുന്നത്? മഞ്ജുഷേ, ഈ വിഷയം രാഷ്ട്രീയമായി ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? മലയാള സിനിമയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഹേമ കമ്മിറ്റി വളരെ വിശദമായ അന്വേഷണം നടത്തിയത്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് സർക്കാരിന്റെ പരിഗണനയ്ക്ക് വേണ്ടി വെച്ചത്. ഏതെങ്കിലും ഒരു സംഭവത്തെ മുൻനിർത്തിയിട്ടല്ല. മലയാള സിനിമ ലോകത്ത് നിലനിൽക്കുന്ന തികച്ചും നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പലവിധത്തിലുള്ള പ്രവണതകൾ, അപ്പൊ അതിനെതിരായിട്ടുള്ള വലിയ വികാരം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ വളരെ ഗൗരവത്തിലാണ് കണ്ടത്. ആ റിപ്പോർട്ട്, ആ ശുപാർശകൾ നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ, ഇടപെടലുകൾ ഗവൺമെന്റ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിപ്പോ ഇവിടെ പരാമർശിച്ച കോൺക്ലേവ്, ഈ കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇരയാക്കപ്പെട്ട ആളുകളും അതിനകത്ത് പീഡനത്തിന് നേതൃത്വം കൊടുത്ത ആളുകളുടെയും എന്തോ ഒരു മധ്യസ്ഥ ചർച്ച എന്ന രൂപത്തിലാണല്ലോ ഇവിടെ അവതരിപ്പിക്കുന്നത്. കോൺക്ലേവിന്റെ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മഞ്ജുഷിന്റെ കയ്യിൽ അതിന്റെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അപ്പൊ ഇങ്ങനെയായിരിക്കും കോൺക്ലേവ് നടക്കുക എന്ന് ആരോ ഒന്ന് പറയുകയാണ്. അത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് കോൺക്ലേവ് തടയുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. അതൊക്കെ കൃത്യമായ രാഷ്ട്രീയ താല്പര്യം മാത്രമേ അതിനകത്തുള്ളൂ. കോൺക്ലേവ് എന്ത്, എങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. അപ്പൊ നമുക്ക് ശരി, കോൺക്ലേവ് നടത്തിക്കോളൂ, കോൺക്ലേവ് നടക്കട്ടെ, അതിനെ തടയുമെന്ന് പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കോൺക്ലേവ് നടക്കട്ടെ. പക്ഷെ കോൺക്ലേവിനേക്കാൾ പ്രധാനം ഇപ്പുറത്ത് നിൽക്കുന്ന ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള മൊഴിയല്ലേ ശ്രീ വി കെ സനോജ്? അതിന്മേലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകാത്തത് എന്താണ്? ശരി, തുടക്കത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തു, ആരും പരാതിയുമായി വന്നിട്ടില്ല എന്നൊക്കെ സർക്കാർ പറഞ്ഞു. ഇപ്പോൾ അങ്ങനെയല്ല, വിവിധ സംഘടനകളിൽ നിന്ന് തന്നെ ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ, എന്തായാലും സർക്കാരിന്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. ഇത് പോരാ, ഇങ്ങനെയല്ല നടപടി, ഇങ്ങനെ പോരാ എന്നുള്ള കാര്യം അതെങ്കിലും മുഖവിലേക്ക് എടുത്തുകൂടെ സർക്കാരിന്? അതെ, ഞാൻ പറയാം. ഇതിപ്പോ 4 വർഷമായിട്ട് സർക്കാർ പൂഴ്ത്തി വെച്ചു എന്നൊക്കെയല്ലേ പറയുന്നത്. സർക്കാർ ഇത് പൂഴ്ത്തി വെക്കാനാണെങ്കിൽ പിന്നെ ഈ കമ്മീഷൻ തന്നെ വെക്കാതിരുന്ന പോരെ മഞ്ജുഷേ? ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഇങ്ങനൊരു കമ്മിറ്റി വെച്ചത് ഈ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ സിനിമാ മേഖലയിൽ എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് വെച്ചിട്ടുണ്ടോ? അബിൻ വർക്കിയുടെ പാർട്ടി ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് വെച്ചിട്ടുണ്ടോ? ഇപ്പൊ സംസ്ഥാന സർക്കാരിന് ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഒളിച്ചു വെക്കാൻ ആരെയും സംരക്ഷിക്കാനും ഇല്ല. സംസ്ഥാന സർക്കാരിന് മുന്നിൽ പരാതിയുമായി വന്ന, അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിന് മുന്നിൽ പരാതിയുമായി വന്ന ആളുകൾക്ക് എപ്പോഴെങ്കിലും നീതി കിട്ടാതിട്ടുണ്ടോ? നമ്മുടെ സംസ്ഥാനത്തിന് സമീപകാലത്തെ സിനിമാ മേഖലയിലെ കേസുകൾ മാത്രം പരിശോധിച്ചാൽ മതിയല്ലോ. വലിയ ഉന്നതന്മാരൊക്കെ ദിവസങ്ങളോളം ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ. അവരെല്ലാം സംരക്ഷിക്കാൻ ആരാണ് നിലപാട് സ്വീകരിച്ചത് ഞാനിവിടെ പറയണോ? ആ കാര്യത്തിൽ സർക്കാരിനൊന്നും മറച്ചു വെക്കാനില്ല. ഇതിനകത്ത് ജസ്റ്റിസ് ഹേമ എന്ന് പറഞ്ഞാൽ വളരെ പരിണിതപ്രജ്ഞയായിട്ടുള്ള ഒരു ജഡ്ജിയാണ്. ആ റിട്ടയർഡ് ജഡ്ജിയാണ് സർക്കാരിന് കത്ത് കൊടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തിപ്പോൾ വിടാൻ പാടില്ല. RTI മുഖാന്തരം കൊടുത്തപ്പോഴും വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു അത് തന്നെയാണല്ലോ. ശരി സനോജ്, പക്ഷെ ആ സമയവും സർക്കാരിന്റെ പക്കൽ ഈ റിപ്പോർട്ട് ഉണ്ടല്ലോ. ആ സമയത്ത് തന്നെ സർക്കാരിന് ഈ നടപടികളിലേക്ക് പോകാം. കാരണം ഇത്രയും ഗുരുതരമായ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യം വന്നിട്ടും അത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ നമ്മുടെ നിയമ സംവിധാനം. അതിന്ന് ശ്രീ KN ബാലഗോപാൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മന്ത്രി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്വമേധയാ കേസെടുക്കുവാനുള്ള വകുപ്പുണ്ടെന്ന്. അതറിയാവുന്ന കാര്യമാണല്ലോ. താങ്കളെ പോലെയുള്ള ഒരു പൊതുപ്രവർത്തകന് തീർച്ചയായിട്ടും ഇത് അറിയാവുന്നതാണല്ലോ. 0 FIR ഇക്കാര്യത്തിൽ എന്തിനാണ് പരാതി എന്ന്, ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസ്, ക്രിമിനൽ ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട് എന്ന്, അല്ല ഇത്തരം ഒരു ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുമല്ല. ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അത് ഉടനെ ആർക്കാണ് കൈമാറേണ്ടത്? പോലീസിനല്ലേ? DGPക്ക് റിപ്പോർട്ട് കൊടുത്തതാണല്ലോ. എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല? ആരുടെ പേരാണ് കൈമാറേണ്ടത്? ആരുടെ പേരിലാണ് പരാതി ഉള്ളത്?
മഞ്ജുഷിന്റെ കയ്യിൽ ആ റിപ്പോർട്ട് ഉണ്ടോ? എന്റെ കയ്യിലില്ല. സർക്കാരിന്റെ കയ്യിൽ എന്തായാലും ഇപ്പോൾ പുറത്തുവിട്ട രൂപത്തിലുള്ള റിപ്പോർട്ട് അല്ലല്ലോ സർക്കാരിന് കിട്ടിയിട്ടുള്ളത്. ഉറപ്പാണല്ലോ ശ്രീ വി കെ സനോജ്, ഇത് വിവരാവകാശ കമ്മീഷനും ഹൈക്കോടതിയും ഇടപെട്ടത് കൊണ്ടല്ലേ പേജുകൾ കുറച്ചുകൊണ്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയത്? ഇപ്പൊ ഏതായാലും ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടുള്ള സമ്പൂർണ്ണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഹൈക്കോടതിയിൽ കൃത്യമായിട്ടും സർക്കാർ ആ റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നേരത്തെ സർക്കാർ കൊടുക്കാതിരിക്കാൻ കാരണം, നേരത്തെ സർക്കാർ ഇതിനകത്ത് ആക്ഷൻ എടുക്കാതിരിക്കാൻ കാരണം ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് കത്തെഴുതിയിരുന്നു. ഈ ആളുകളുടെ രഹസ്യ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന്. ആരാ പറഞ്ഞത്? സംസ്ഥാന സർക്കാർ അല്ല പറഞ്ഞത്. അത് ഇരകളുടെ അല്ലേ ജസ്റ്റിസ് ഹേമയാണ് സനോജ്? അത് ഇരകളുടെ അല്ലേ? ഇരകളുടെ രഹസ്യ സ്വഭാവം സംരക്ഷിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിപ്പോൾ ജസ്റ്റിസ് ഹേമ അങ്ങനെ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി സർക്കാർ അത് ചെയ്യുമായിരുന്നു, ചെയ്യേണ്ടതാണ്. ഈ വേട്ടക്കാരുടെ അല്ലല്ലോ ഇക്കാര്യത്തിൽ. വേട്ടക്കാരുടെ പേര് അതിനകത്തുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. അല്ലല്ല, അല്ലല്ല, ഏതൊക്കെയാണെന്ന് സർക്കാരിന് മുമ്പിലുണ്ടോ? ഇല്ലേ? സർക്കാർ ഇപ്പൊ പുറത്തുവിട്ട റിപ്പോർട്ടിനകത്ത് ഒരാളുടെയും പേരില്ല. ഇനി ആരുടെയെങ്കിലും പേര് ഏതെങ്കിലും ഇരക്ക് ആ പേരിൽ കേസ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായും കേസ് കൊടുക്കുമല്ലോ. അങ്ങനെയുള്ള ആ ഇരകളെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാടിലെ സംസ്ഥാന സർക്കാർ എപ്പോഴും സ്വീകരിക്കാറുള്ളൂ. ശരി, ശ്രീ വി കെ സനോജ്, താങ്കൾ കുറച്ച് സമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരണം. ഒരു പവർ ഗ്രൂപ്പ് മലയാള സിനിമയിലുണ്ട്, അത് 15 അംഗങ്ങളാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് 4.5 വർഷം മുൻപ് സർക്കാരിന് റിപ്പോർട്ട് കിട്ടിയിട്ടും ഒന്നും ചെയ്യാതെ ഈ റിപ്പോർട്ടിൽ ആരുടെയും പേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുമടച്ചിരിക്കേണ്ടതാണോ ഒരു സർക്കാർ എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ അവിടെ. ശ്രീ സജി നന്ദിയാട്ട്, ഫിലിം ചേംബറിന്റെ ജനറൽ